മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തെ തുടർന്ന് കോൺഗ്രസിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് വിട്ടു നൽകിയതിലാണ് കോൺഗ്രസിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. രാജ്യഭീഷണി മുഴക്കിയിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ. CMPയിലെ വി സജീവാണ് ചാലപ്പുറത്ത് UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് M അയ്യൂബാണ് പ്രതിഷേധം അറിയിച്ചത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് കോർപ്പറേഷനിലാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സാങ്കേതിക തടസ്സമുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോഴിക്കോട് കോർപ്പറേഷനിലാണ് സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് വിട്ടു നൽകിയതിലാണ് കോൺഗ്രസിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. രാജ്യഭീഷണി മുഴക്കിയിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ്. CMPയിലെ വി സജീവാണ് നിലവിൽ ചാലപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയായി നിൽക്കുക. കോൺഗ്രസ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് M അയ്യൂബാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണ്. തീയതി അടക്കം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനു മുമ്പേ പൊട്ടിത്തെറികൾ ഉണ്ടാകുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഇത്തരത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് വിട്ടു നൽകിയതിലാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. CMPയിലെ വി സജീവാണ് നിലവിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി നിൽക്കുക. ഇതിലാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റായ M അയ്യൂബാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനിടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് വിട്ടു നൽകിയതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കാരണമെന്നാണ് കരുതുന്നത്. മണ്ഡലം പ്രസിഡന്റ് അടക്കം രാജ്യഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. CMPയിലെ വി സജീവാണ് നിലവിൽ ചാലപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഇത് തന്നെയാകാം ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയ സാഹചര്യം. കോൺഗ്രസ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റായ അയ്യൂബാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഇത്തരത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കോർപ്പറേഷനിലെ 60ാം ഡിവിഷനായ ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയിരുന്നു. ഇവിടെ CMP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വി സജീവാണ് CMPയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിക്കുന്നത്. വി സജീവിന്റേതും ഒപ്പം തന്നെ നടുവട്ടം ഡിവിഷൻ, അതായത് 51ാം ഡിവിഷനായ നടുവട്ടത്തെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന KV പ്രജീഷിന്റെയും സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം CMP പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചാലപ്പുറം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M അയ്യൂബും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഏതാനും ആളുകളുമാണ് അല്പം മുൻപ് കോഴിക്കോട് DCCയിലെത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. ഇവർ വ്യക്തമാക്കുന്നത് 15ഓളം പേർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു അവകാശവാദമാണ് M അയ്യൂബും സംഘവും ഉന്നയിക്കുന്നത്. അവർ രാജിക്കത്ത് രമേശ് ചെന്നിത്തല, അതായത് കോഴിക്കോട് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് മുൻ KPCC അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ നിലവിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയ്ക്കാണ്. ആ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുൾപ്പെടെ, അതായത് M അയ്യൂബിന്റെ ഉൾപ്പെടെ 15ഓളം പ്രവർത്തകരുടെ രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതൊരു സാധാരണ പ്രശ്നം മാത്രമാണ്. കാരണം ഇത്തരത്തിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ പൊതുവെ കോൺഗ്രസിനകത്ത് പതിവായി ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരെ പിന്നീട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നേതൃത്വം ചെയ്യാറുള്ളത്. M അയ്യൂബിനെയും സംഘത്തെയും ഇത്തരത്തിൽ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. അതിന് വൈകുന്നേരത്തിനുള്ളിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇവർ നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ M അയ്യൂബിനെ പിന്തുണയ്ക്കാത്ത കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളയം ഡിവിഷനിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് എതിരെ നിന്ന വിമതനെ പിന്തുണച്ചയാളാണ് ഈ M അയ്യൂബ്. അന്ന് ഈ വിമതനെ പിന്തുണച്ചതിന്റെ പേരിൽ M അയ്യൂബിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും
പിന്നീട് പാർട്ടി കോൺഗ്രസിനകത്തേക്ക് തിരിച്ചെടുത്ത് ചാലപ്പുറം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നൽകുകയും ചെയ്തയാളാണ് ഈ എം അയ്യൂബ്. ആ എം അയ്യൂബാണ് ഇത്തവണയും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് എം അയ്യൂബിന്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്, പ്രവണതയാണ് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ, അതായത് ഇന്ന് 23 അല്ലെങ്കിൽ 25 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുക. ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വേളയിൽ പ്രധാനമായും കോൺഗ്രസിന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. എം അയ്യൂബും സംഘവും ഇന്ന് DCC ഓഫീസിന് മുൻപിൽ, മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ എത്തി പ്രതിഷേധിച്ച സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ശരി, വ്യക്തമാണ്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ എല്ലായിടത്തും UDF മികച്ച വിജയം നേടുമെന്ന KS ശബരിനാഥ്. വിജയിക്കണമെന്ന ലക്ഷ്യം താഴെ തട്ടിലുണ്ട്. പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷത്തിനെതിരായ പൊതുവികാരം കോർപ്പറേഷനുകളിൽ അടക്കമുണ്ട്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശം ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് തന്നെ